കമൽ അവിടെ നിന്ന് തുടരുന്നുണ്ട്. കമൽ, സമയം 6 മണി കഴിഞ്ഞു. 6 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അവിടേക്ക് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരും സൈന്യവും സേനകളും ഒക്കെ എത്തിയിട്ടുണ്ട്. അവർ മറുകരയിലേക്ക്, മുണ്ടക്കൈയിലേക്ക് പുറപ്പെട്ടോ? ആദ്യം കൊണ്ടുപോകുന്ന യന്ത്രങ്ങൾ അതെന്തൊക്കെയായിരിക്കും? ആര്യ, തെരച്ചിൽ സംഘങ്ങളൊക്കെ മുണ്ടക്കൈയിലേക്ക് പുറപ്പെടുന്നതേയുള്ളൂ. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് മേപ്പാടി സ്വദേശി ശ്രീ ഇബ്രാഹിമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചത് മുണ്ടക്കൈയിലേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ ബന്ധുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയുണ്ട്. ഇനിയിപ്പോൾ ഒരു തെരച്ചിൽ എത്താത്ത അല്ലെങ്കിൽ കൂടുതൽ തിരയേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇന്നലെ വൈകിട്ട് നിർത്തിയത് 5 മണിക്ക് നിർത്തിയ സ്ഥലങ്ങൾ പുഞ്ചിരിമട്ടത്തിന് താഴെ ഭാഗമാണ്. ഈ പുഞ്ചിരിമട്ടത്തിൻ്റെ മോൾ ഭാഗം കൂടി ഇനി തിരയാനുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ ഇന്ന് മെയിനായി ശരിക്കും ബോഡികളുണ്ടെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് വെള്ളാർമല വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത ഭാഗങ്ങൾ. ആ ഭാഗത്തേക്ക് തെരച്ചിൽ തുടങ്ങിയിട്ടുള്ളൂ. ഒരു വർഷത്തിൽ നിന്ന് തെരച്ചിൽ തുടങ്ങിയിരുന്നു. അവിടുന്ന് അധികം ബോഡി ആ ഭാഗത്തു നിന്നാണ് കിട്ടി. 30-ലധികം ബോഡികൾ ആ ഭാഗത്തു നിന്ന് കിട്ടിയിരുന്നു. ഇന്ന് തെരയാനിരിക്കുന്ന ഭാഗങ്ങൾ അട്ടമല റോട്ടിൽ വില്ലേജ് ഓഫീസിന് ഓപ്പോസിറ്റ് ഭാഗമായിട്ട് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡായിട്ട് വരുന്ന റൈറ്റ് സൈഡായിട്ട് വരുന്ന ഭാഗത്താണ് ഇനി തെരയാനുള്ളത്. അവിടെയാണ് കൂടുതൽ മരങ്ങൾ ഡംപ് ചെയ്തിട്ടുള്ളത്. അവിടത്തേക്ക് ഹിറ്റാച്ചി സാധനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ ആ ഭാഗത്തേക്കാണ് ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ സുഗമമാണെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഭാഗം തെരച്ചിൽ. ഓ, താങ്കളുടെ ബന്ധുക്കളെയൊക്കെ ആരെങ്കിലും കണ്ടെത്തിയോ? എന്തെങ്കിലും വിവരമുണ്ടോ? കുറേ പേര് മിസ്സിംഗ് ഉണ്ടോ? എൻ്റെ ബന്ധുക്കളിൽ എൻ്റെ അടുത്ത ബന്ധത്തിൽ 5 പേര് പോയിരുന്നു. എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ചിട്ടൊരു ഭാഗമാണ് മുകളിൽ സ്ഥലം. അതിൻ്റെ ആലിക്കുട്ടി എന്ന് പറഞ്ഞ ആളെ മോന് ആലിക്കുട്ടിയുടെ മോനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ആ മോനെയും കിട്ടാണ്ട്, മോൻ്റെ മോളെയും കിട്ടാണ്ട്, മോൻ്റെ ഉമ്മാനെയും കിട്ടാണ്ട്, മരുമകൻ്റെ. ബാക്കി 2 ബോഡികൾ അവരത് കിട്ടി. എവിടെയായിരുന്നു? മുണ്ടക്കൈയിൽ ഏത് ഭാഗത്തായിരുന്നു? അവർ മുണ്ടക്കൈയിൽ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു താമസിച്ചിരുന്നത്. അതായത് നമ്മൾ റോഡ് കയറി പോകുമ്പോൾ വലതുവശത്തെ വലതുവശത്ത് റോഡ് കയറി പോകുന്നതിന്റെ വലതുവശത്ത് കടകളുടെ ബാക്കിൽ, കടകൾ തുടങ്ങുന്നതിന് മുന്നേ, കടകൾ തുടങ്ങുന്ന ആ പുറകിലേക്ക് പുഞ്ചിരിമട്ടത്തേക്ക് പോകാൻ കഴിയുന്ന റോഡ് ആ ഭാഗത്തൂടെ പോകുന്നുണ്ട്. ആ റോഡിന്റെ മോൾ ഭാഗത്തായിരുന്നു ഒരു വീടുണ്ടായിരുന്നത്. ഒരു വീട് താഴെ സൈഡ്. അതായത് നമ്മൾ പുഞ്ചിരിമട്ടത്തേക്ക് പോകാൻ വേണ്ടി ആ റൈറ്റിലേക്കുള്ള പോക്കറ്റ് റോഡ്. ആ റോഡിന്റെ മസ്ജിദിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ശരിക്ക് ക്രിസ്ത്യൻ ചർച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അക്കരയിലായിരുന്നു, ഉയർന്ന സ്ഥലത്തായിരുന്നു വീടുണ്ടായിരുന്നത്, പെങ്ങളെ വീടുണ്ടായിരുന്നത്. താഴെ ഭാഗത്തുള്ളത് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ, എൻ്റെ ബന്ധു തന്നെയാണ്. അതിൽ 11 പേര് പോയതിൽ 2 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി 9 പേര് അതിൽ കിട്ടാണ്ട്. 2 പേരെ കിട്ടിയതിൽ പ്രായം ചെന്ന 2 ഉമ്മാനും ഉപ്പാനും കിട്ടി. ബാക്കിയുള്ള 9 പേരും ഇന്നലെയും കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി വരെ കണ്ടെത്തിയിട്ടില്ല. ആ രീതിയിലാണ് അവിടുത്തെ സ്ഥിതിഗതികളുള്ളത്. മുണ്ടക്കൈയിൽ ഇപ്പം സുരക്ഷിതമായ സ്ഥലം എന്ന് പറഞ്ഞില്ല. സാധാരണ നമ്മൾ പുഞ്ചിരിമട്ടത്തു നിന്നൊക്കെയാണ് ആളുകളെ മാറ്റി പാർപ്പിക്കാറൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. ഈ മുണ്ടക്കൈ ടൗണിലൊന്നും അങ്ങനെ ഒരു ആൾക്കാർ പേടിച്ചിരുന്ന എന്നൊരു സ്ഥലമല്ലല്ലോ. അല്ല, മുണ്ടക്കൈ ടൗണിൽ സേഫ് സോൺ ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. മുണ്ടക്കൈക്ക് ആ മലയുടെ മുകൾ ഭാഗമാണല്ലോ, ആ ഭാഗം അവിടെ ഇടിഞ്ഞു വരാനുള്ള ഭാഗങ്ങൾ ആ മല മാത്രമേ ഉള്ളൂ. അത് വരികയാണെങ്കിൽ മാത്രമേ അവിടെ നിന്ന് വരുള്ളൂ. പക്ഷേ ഇതിന് മുൻപുണ്ടായിരുന്ന ഉരുൾപൊട്ടലിലും സാധ്യത ഉണ്ടായിരുന്ന പുഞ്ചിരിമട്ടം ഭാഗത്തിൻ്റെ ഒരു സൈഡായിരുന്നു. ഈ പ്രാവശ്യം പുഞ്ചിരിമട്ടത്തിൽ നിന്ന് അവിടുന്ന് വന്ന ലാവ മുഴുവനായിട്ട് മൊത്തം വന്ന് അടിച്ച് വേറെ ഭാഗത്തേക്ക് കയറിപ്പോയതാണ് ഈ കുന്നിലേക്ക്. ആ കുന്ന് വാഷ് ഔട്ടായിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഈ വെള്ളാർമല ഭാഗത്തേക്ക് വന്ന് പോത്തുകൽ ഭാഗത്തേക്ക് പോകുന്നത്. ഇത് ശരിക്കും ഒരൊറ്റ സ്ഥലത്തു നിന്നാണോ പൊട്ടി, അതോ 2 പൊട്ടുണ്ടോ? ഒറ്റ സ്ഥലമാണ് കാണുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്ന ഒരു ഒറ്റ സ്ഥലം. ആ ഒറ്റ സ്ഥലത്തിന്റെ പ്രകമ്പം കൊണ്ട് ആ ഏരിയ ഫുള്ളായിട്ട് വാഷ് ഔട്ടായിട്ട് പോകുന്നത്. 2 തവണ പൊട്ടി എന്ന് പറയുന്ന ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ ഒന്ന് പൊട്ടി പിന്നെയും പൊട്ടി. ഈ 2 സമയം നമ്മൾ പറയുന്നില്ലേ, 12:30-യും 2:30-യും. അപ്പൊ അത് ഒരേ സ്പോട്ട് ഏകദേശം ഒരു സ്ഥലത്ത് നിന്നാണോ പൊട്ടി വന്നത്? ആ ഒരു സ്ഥലത്തിന്റെ ഏകദേശം ഒരു സ്ഥലത്ത് നിന്നാണ് പൊട്ടി വന്നുള്ളത്. ആ ഭാഗം 2 ഭാഗം കൂടി ജോയിന്റ് ആയപ്പം ഫുൾ മിക്സ് ആയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അല്ല, സാധാരണ നമ്മളിപ്പം പല ദുരന്തങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നത്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ സമീപത്തുള്ള പാറക്കല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുത്തുമലയിലൊക്കെ പാറക്കല്ല് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഒരു കെട്ടിടത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഒരു മുറിയുടെ വലിപ്പമൊക്കെ ഉള്ള പാറകളല്ലേ മുകളിൽ നിന്ന് ഒഴുകി ഇവിടം വരെ എത്തിയിട്ടുള്ളത്. സ്കൂളിൻ്റെ അവിടുത്തെ പാറകളേക്കായി വലിയ പാറകൾ ഈ കുന്നിലേക്ക് അടിച്ച് കയറിയിട്ടുണ്ട്. മസ്ജിദിൻ്റെ ഭാഗത്ത് സേഫ് സോൺ എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് അടിച്ച് അങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് തിരിച്ച് വാഷ് ഔട്ട് ചെയ്തപ്പം ബോഡി വീടുകളെല്ലാം കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ്. അതിൽ കുറേ കല്ലുകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പള്ളിയുടെ മുൻഭാഗത്തായിട്ട് കിടക്കുന്ന, പള്ളിയോട് ചേർന്ന് മസ്ജിദിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീടിൻ്റെ വലുപ്പത്തിലൊക്കെയുള്ള പാറകളാണ് അവിടെയുള്ളത്.
ഒരിക്കലും നമ്മൾ ഇപ്പം ഇങ്ങനെ എന്തൊക്കെ ഇവിടെ മുന്നറിയിപ്പ് തരാറുണ്ട് അല്ലെങ്കിൽ മാറി താമസിപ്പിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത്തരത്തിലുള്ള ഒരു അപകട മേഖലകളിൽ ഒന്നും അല്ലാതെ വളരെ സേഫ് സോണിൽ എന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ പോലും ഉണ്ടായി ഈ ദുരന്തം അടിച്ചു കയറുകയാണ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ എൻ്റെ അടിച്ചു കയറിയത് അതിനൊരു ദിവസം കേരളത്തിൽ മഴ പെയ്തതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി മഴ പെയ്ത ദിവസമായിരുന്നു എൻ്റെ തലേ ദിവസം. ആ ദിവസം തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബങ്ങളിലെ ഒരുപാട് ആളുകൾ അവിടെയുള്ള താമസിക്കുന്ന കുറേ ആളുകൾ മാറി താമസിച്ചിരുന്നു. എൻ്റെ സഹോദരിയെ വിളിച്ചിട്ട് വന്നില്ല. എൻ്റെ സഹോദരൻ്റെ മോളെ വിളിച്ചിട്ട് രാത്രി 10 മണി വരെ വിളിച്ചിട്ടും അവരെ പിതാവ് വിളിച്ചിട്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അവരവിടെ വാശി പിടിച്ച് അവിടെ തന്നെ നിന്ന് വിടുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ കുടുംബം പൂർണ്ണമായിട്ട് പോയി. അത്തരത്തിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും തെരച്ചിൽ നടക്കട്ടെ. കൂടുതൽ സമയത്തേക്ക് നമ്മുടെ മേപ്പാടി സ്വദേശി ഇബ്രാഹിംക്കെയാണ് സംസാരിച്ചത്. എന്തായാലും മഴ ഇപ്പോൾ നമ്മൾ നല്ല കാലാവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആര്യ. മഴ വീണ്ടും ചാറി തുടങ്ങിയിരിക്കുന്നു. തെരച്ചിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് വീണ്ടും മഴ തുടങ്ങിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. എല്ലാവരും പാലം കടന്ന് പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ്. ആർമിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്തുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും ഇന്ന് കൃത്യമായൊരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നേരത്തെ അദ്ദേഹം നമ്മളോട് പറഞ്ഞതിൽ ഒരു സ്ഥലം ഈ വില്ലേജ് ഓഫീസ് പരിസരത്ത് തന്നെ അതിൻ്റെ അക്കരെ കുറച്ച് മാറിയുള്ള പ്രദേശത്ത് കൂടുതൽ മരങ്ങളൊക്കെ അടിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് തെരച്ചിൽ വ്യാപിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞത്.